ഷിരൂരിൽ നിന്ന് നമ്മുടെ വാർത്താ സംഘത്തിലെ ഷഫീദ് റാവുത്തർ വിവരം അറിയിക്കുന്നു. ഡ്രോൺ പരിശോധന നാളെ രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്നതാണ്. റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലനും സംഘവും ഇന്ന് വൈകുന്നേരം കാർവാറിലെത്തും. നാളെ പുലർച്ചെ 6 മണിക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങുമെന്ന് മനസ്സിലാകുന്നു. ഈ സംഘത്തിൽ 5 പേരുണ്ട്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും ഷിരൂരിൽ നിന്ന്. ഷഫീദ്, വിശദാംശങ്ങൾ പറയൂ. ഈ പ്രതീക്ഷയുടെ അവസാനത്തെ ദിവസമാണ്. നമുക്ക് ഇനിയുള്ള മണിക്കൂറുകൾ മാത്രം. ഈ മണിക്കൂറിലെങ്കിലും എത്രയും വേഗം അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞു, അർജുൻ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അത് ഇന്ന് രാവിലെ മുതൽ തന്നെ, രാവിലെ 7 മണി മുതൽ തന്നെ ഇവിടെ ആരംഭിച്ചിരുന്നു. പക്ഷേ തടസ്സങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അല്പസമയം മുൻപാണ് ഇവിടെ കാര്യമായ, അതായത് തുള്ളിക്കൊരു ഒരു കുടം എന്ന രീതിയിൽ മഴ പെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അപകട മേഖലയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗേറ്റിലാണ്. നമ്മൾ ആദ്യം നിന്നത് ആ നദിക്ക് കരയിലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മളോട് നിർദ്ദേശിച്ചു, അതായത് കർണാടക പോലീസ് അവിടെ നിൽക്കാൻ കഴിയില്ല, അവിടെ തുടരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം കാര്യക്ഷമമാകും അത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആധുനിക സംവിധാനത്തിനുള്ള പരിശോധന, വിദഗ്ധരുടെ സേവനം, സാന്നിധ്യം അതടക്കം നിലവിൽ ഇപ്പോൾ ഇവിടെ ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നത്. അത് ഈ റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലനും സംഘവും ഇവിടേക്ക് എത്തി പരിശോധന നടത്തും എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ, അതായത് അല്പസമയം മുൻപ് നമ്മൾ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട്. ഇന്ന് വൈകിട്ട് 2 മണിയോടുകൂടി അദ്ദേഹം ഗോവയിലേക്ക് എത്തും. ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി കാർവാറിലേക്ക് എത്തി അദ്ദേഹം ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിന് പിന്നാലെ ഏതാണ്ട് നാളെ പുലർച്ചെ 6 മണിയോടുകൂടിയായിരിക്കും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന. ഈ ഡ്രോൺ എന്ന് പറയുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉള്ളൊരു ഡ്രോണാണ്. ആ ഡ്രോൺ ഉപയോഗിച്ചായിരിക്കും പരിശോധന നടത്തുക. 2 പ്രധാനപ്പെട്ട ഡ്രോണുകളായിരിക്കും ഉണ്ടാവുക. ഈ എയർക്രാഫ്റ്റിൽ, അതായത് ഫ്ലൈറ്റിൽ ഈ ഡ്രോണിൻ്റെ ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തുവിടാൻ കഴിയില്ല, അതല്ലെങ്കിൽ അതിന് പ്രവേശനമില്ല. ആ സാഹചര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് അത് ട്രെയിൻ മാർഗം കൊടുത്തുവിടുന്നത്. നാളെ പുലർച്ചെ 6 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഈ ഡ്രോൺ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കും എന്നുള്ളത് അല്പസമയം മുൻപ് റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാനു അത് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹവും ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ ഏറെ. അതേസമയം ഇന്നത്തെ തിരച്ചിൽ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റഡാർ സോണാർ സിഗ്നലുകൾ കിട്ടിയ ഒരു പോസിറ്റീവ് എലമെന്റ് കിട്ടിയ ആ പ്രദേശത്താണ്, നദിയിലെ ആ മൺകൂനയിലാണ്. ആ മൺകൂന കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൂടുതൽ പരിശോധന അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ഇപ്പോൾ നേവി സംഘത്തിൻ്റെ പരിശോധനാ നടപടികൾ നടക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൂടുതൽ ആളുകൾ, അതായത് ഈ തിരച്ചിലിനടക്കം കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ ആർമി സംഘം അവർ ഉന്നത ഉദ്യോഗസ്ഥർ അവരും അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും, ഈ ഷിരൂരിലേക്ക് എത്തും. അവർ കൂടി വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്ന് ചേരും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മീറ്റിങ്ങിന് ശേഷമായിരിക്കും ഇനി എങ്ങനെ, ഇനി എന്ത് എന്ന രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക്, ഒരു നീക്കത്തിലേക്കൊക്കെ കടക്കുക. ഏതായാലും വലിയ തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതുമായി ഇവിടെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ റിട്ടയർഡ് ജനറലിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ വിദഗ്ധമായ ഒരു പരിശോധന. സംഘത്തിൽ 5 പേരുണ്ട്. അദ്ദേഹത്തെ കൂടാതെ 4 പേർ കൂടിയുണ്ട്. അവർ ഡൽഹിയിൽ നിന്നുള്ളവരാണ്. അവർക്ക് ഇക്കാര്യങ്ങളിലൊക്കെ പരിശീലനം ലഭിച്ചവരാണ്. അവർ കൂടി ഉൾപ്പെട്ടിട്ടായിരിക്കും ആ സംഘം നാളെ രാവിലെ 6 മണി മുതൽ ഡ്രോൺ പരിശോധന നടത്തുക. അതേസമയം അല്പസമയത്തിനുള്ളിൽ സമാനമായ ഷിരൂരിൽ ഈ സേനയിലെ, അതായത് സൈന്യത്തിലെ തെരച്ചിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ കർണാടകയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം അതിനകത്ത് ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് പ്രതികൂല കാലാവസ്ഥയാണ്. കാര്യമായ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ഗംഗാവാലി നദിയിൽ ഈ ഒഴുക്ക് കൂടുതലാണ്. അപ്പോൾ അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിയണം. പക്ഷെ അപ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ തിരച്ചിൽ തുടരുന്നു. SK ഷഫീദ് റാവുത്തറാണ് ഷിരൂരിൽ നമുക്കൊപ്പം ചേർന്ന്.